നെഹ്റുവിനെ പോലെ തന്നെ കോൺഗ്രസിൽ വളരെ സമുന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന ആളുകളാണ് KM മുൻഷിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ. നെഹ്റു പ്രധാനമന്ത്രിയായത് മഹാത്മാഗാന്ധിയുടെ ഒരു കാരുണ്യം കൊണ്ടാണ് എന്നുള്ളതൊക്കെ മറ്റൊരു ചരിത്രം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള അടിമത്തത്തിന്റെ കളങ്കം അത് ലോകത്ത് ഒരു രാഷ്ട്രവും അംഗീകരിക്കില്ല. ലോകത്തിന്റെ ചരിത്രം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പോളണ്ടിനെ വിഭജിച്ചെടുത്തു റഷ്യയും ജർമ്മനിയും. റഷ്യ കീഴ്പ്പെടുത്തിയ പോളണ്ടിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് നിർമ്മിച്ചു. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. പോളണ്ട് ഒരു ക്രൈസ്തവ രാഷ്ട്രമാണ്, പുരാതനമായ ഒരു ക്രൈസ്തവ രാഷ്ട്രമാണ് പോളണ്ട്. പോളണ്ട് സ്വാഭാവികമായും ആ പള്ളി സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ പോളണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ ചെയ്തത് എന്തായിരുന്നു? അവർ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് പൊളിച്ചു കളഞ്ഞു. അവരന്ന് പറഞ്ഞ ന്യായം എന്താണ്? അവർ പറഞ്ഞത്, സംഭവം ഇത് ഞങ്ങളുടെ പള്ളി തന്നെയാണ്, ക്രിസ്ത്യൻ പള്ളിയാണ്, യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ തന്നെ നിർമ്മിച്ച പള്ളിയാണ്. പക്ഷേ ഇത് ഞങ്ങൾ അടിമകളായപ്പോൾ ഞങ്ങളുടെ മേൽ അധിനിവേശം നടത്തിയ ഒരു രാഷ്ട്രം ഞങ്ങളുടെ മേൽ നടത്തിയ ആ അധിനിവേശത്തിന്റെ സ്മാരകമായി അവരുണ്ടാക്കിയ ഒരു സ്മാരകമാണ്. അത് സ്വാഭിമാനമുള്ള ഒരു ജനതയ്ക്ക്, ഒരു മതമാണോ ഒരു ദേശീയതയാണോ അതൊന്നുമല്ല വിഷയം. ഒരു ജനതയുടെ മേൽ അധിനിവേശം നടത്തിയ ശത്രുക്കൾ നിർമ്മിച്ച ആ സ്മാരകം ഇവിടെ നിലനിൽക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ സ്വാഭിമാനത്തിന്, ഈ രാഷ്ട്രത്തിന് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നതിന് തടസ്സമാണ്. അതുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു. പോളണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് പൊളിച്ചു കളയുകയായിരുന്നു. ഇങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഇതെല്ലാം രാഷ്ട്രത്തിന്റെ സ്വാഭിമാനത്തിന്റെ വീണ്ടെടുപ്പാണ്. ഇവിടെ അയോധ്യയിൽ ഒരു 500 വർഷക്കാലം രാമൻ ജനിച്ചു എന്ന് ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന ആ രാമജന്മഭൂമിയിൽ കഴിഞ്ഞ 500 വർഷക്കാലം നിലനിന്നിരുന്നത് ഒരു വൈദേശിക അക്രമിയുടെ സ്മാരകമാണ്. അതിന് ആ കെട്ടിടത്തോട് യാതൊരു തരത്തിലുള്ള വൈകാരിക ബന്ധവും നമ്മുടെ രാജ്യത്തെ ഒരാൾക്കും പാടില്ലാത്തതാണ്. ഒരു വൈകാരിക ബന്ധവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സ്നേഹിക്കുന്ന, ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ അഭിമാനത്തോടെ നെഞ്ചേറ്റുന്ന ഒരു ഭാരതീയനും ആ സ്മാരകത്തോട് ഒരു തരത്തിലുള്ള വൈകാരിക ബന്ധവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായി. ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. പക്ഷെ ഇപ്പോ അതെല്ലാം കാർമേഘം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആകാശം ഇതാ തെളിഞ്ഞു നിൽക്കുന്നു. സൂര്യൻ ഇതാ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. പ്രപഞ്ചത്തിൽ നാം കോടാനുകോടി ഭാരതീയർ വിശ്വസിക്കുന്ന ഈ ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തി രാമൻ കേവലം ഒരു മതത്തിന്റെ പ്രതീകമായിട്ട് കാണാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഒരു മതത്തിന്റെ മാത്രം പ്രതീകമല്ല രാമൻ ഈ നാടിന്റെ ദേശീയ സ്വത്വമാണ്. നാടിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ആ വ്യക്തിത്വമാണ്. അതുകൊണ്ടാണല്ലോ രാമന് ഭരണഘടനയിൽ പോലും സ്ഥാനം ലഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ മാനുസ്ക്രിപ്റ്റിൽ പോലും രാമന് സ്ഥാനം ലഭിച്ചത് രാമനെ കുറിച്ചുള്ള ആ ബോധം ഈ നാടിന്റെ ആത്മാവിൽ എത്ര കണ്ട് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്.